ട്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കോൺഫിഡൻസ് വന്നോ? അത് ചോദിക്കട്ടെ. ഉണ്ട് ഉണ്ട്. അതുണ്ട്. പേടി പോയി കിട്ടിയില്ലേ? പേടി പോയി. ഞാൻ കുറെ പൊട്ടത്തരങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ മൊത്തം ക്ലാസ്സിലൊന്ന് ക്ലിയർ ആക്കി തന്നു. നമുക്ക് പഠിക്കുമ്പോ ഇപ്പൊ ഡിഗ്രിക്കായാലും 1,50,000 കൊണ്ടുപോയി കളയുന്നുണ്ട്. നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് കിട്ടുന്നില്ലേ? പിന്നെ ഐഡിയ എന്തൊക്കെയാണ്? എന്താണ് ഞാൻ റൂമിൽ പോകുന്നത്. അത് ശരി. ആ, നമ്മള് ഫ്രീ ആവുമ്പോ ബ്രോ ഫ്രീ ആവൂല, ബ്രോ ഫ്രീ ആവുമ്പോ നമ്മള് ഫ്രീ ആവൂല. നല്ല രസമില്ല കളിയല്ലേ? അതെ അതെ. എങ്ങനെ ഉണ്ട് ഇതുവരെയുള്ള ട്രേഡിംഗ്, TMC സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വർക്കിംഗ് ആണോ? എന്താണ് ബ്രോ? ജസ്റ്റ് ഒന്ന് എനിക്ക് അറിയാൻ വേണ്ടിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ. വർക്കിംഗ് ആണ്. ഞാൻ ഫസ്റ്റ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാല് എന്താ പറയാ, ലോയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ മെല്ലെ മെല്ലെ കയറി വരുന്നുണ്ട്. ഓക്കെ. പിന്നെ നോക്കുമ്പോഴത്തേനും 100 പിന്നെ മേലൊക്കെ പോകുന്നുണ്ട്. കോൺഫിഡന്റ് ആയോ ബ്രോ? കോൺഫിഡന്റ് ആയി. അയ്യോ, അതാ നമുക്ക് അറിയേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ബ്രോ സ്റ്റാർട്ട് ചെയ്തത് ആസ് എ ബിഗിനർ ആയിട്ടാണോ അതോ? ബിഗിനർ ആയിട്ടാണ്. അല്ലേ, ആസ് എ അതെ. ബിഗിനർ എന്താ പറയാ, എങ്ങനെ തോന്നുന്നു? ഫോറക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കഥ കേട്ടിട്ടുണ്ടാവും. ഇത് പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ് ആനയാണ് എന്നൊക്കെ. എന്ത് തോന്നുന്നു അതെ ഇപ്പൊ? അതെ. ഇപ്പൊ ഇത്ര സിമ്പിൾ ആണെന്ന് തോന്നുന്നത്. എങ്ങനെ, വളരെ സിമ്പിൾ ആയിരുന്നോ ട്രൂസൻസിന്റെ കോഴ്സ്? സിമ്പിൾ ആയിരുന്നു. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയായിരുന്നു. അത് പിന്നെ മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി പഠിച്ചു കഴിഞ്ഞ് വന്നപ്പോ ഓക്കെ. ഓക്കെ. നമ്മുടെ ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് അയക്കാൻ വേണ്ടി പറയുന്നല്ലേ, അത് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് ബ്രോന്? അത് നല്ലോണം യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഓരോ അയക്കുമ്പോഴും അതിന്റെ ഫോൾട്ട് ക്ലാസ് പറഞ്ഞു തരും. അപ്പൊ അത് നോക്കി ക്ലിയർ ചെയ്യും. പിന്നെ നോക്കി പിന്നെ ആ ടൈമിൽ പിടിയിട്ടില്ല. പിന്നെ അവിടെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോ അതെങ്ങനെയാണ് പിന്നെ ഒന്നുകൂടി വന്ന് നോക്കുമ്പോ ഓക്കെ അപ്പൊ അങ്ങനെ കത്തും. ഓക്കെ. പിന്നെ അതുപോലെ വേറൊന്നും ചോദിക്കാനില്ല ബ്രോ. നമുക്കിപ്പം പുറമെ നിന്നൊക്കെ ആഡിലൊക്കെ കണ്ടിട്ട് കുറെ ആൾക്കാർ ചോദിക്കണം, ഈ 5 മണിക്കൂർ കൊണ്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കും, 5 മണിക്കൂർ മാത്രമേ ഉള്ളൂ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വിചാരിക്കും ഇത് ചുമ്മാ നമ്മൾ വെറുതെ തട്ടിപ്പറയുന്നത്. സത്യത്തിൽ ബ്രോന്റെ അഭിപ്രായം ഇപ്പൊ കോഴ്സ് കഴിഞ്ഞല്ലോ, ആസ് എ ബിഗിനർ നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ നിന്ന ഒരാളാണ് ഹിലാൽ ബ്രോ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താ ബ്രോ? ഇത് 5 മണിക്കൂർ എന്ന് പറഞ്ഞാല് ഇങ്ങനെ നോക്കി സിനിമ കാണുന്ന പോലെ ഇരിക്കുക. ഓക്കെ, 5 മണിക്കൂർ ഇത് കറക്റ്റായി പഠിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് ഒരു 1 മന്ത് 2 മന്ത് ഒക്കെ മാക്സിമം ഇരിക്കേണ്ടി വരും. Good. അപ്പോ കറക്റ്റായി കിട്ടും. നമുക്ക് ആ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം കിട്ടുന്ന ബ്രോന് മനസ്സിലായിട്ടുണ്ടോ? ഉണ്ട്. വർക്കിംഗ് ആണല്ലേ. സൈക്കോളജി ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ലൈവ് ക്ലാസ് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നോ? ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ് ഒക്കെ ആയിരുന്നു. ഇൻഡിവിജ്വൽ ആണോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടാണോ ഉണ്ടായത്? ഞാൻ 2-3 ക്ലാസ് മാക്സിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതില് ഫസ്റ്റ് ഇതില് 3-4 പേരുണ്ടായിരുന്നു. പിന്നെ ഓക്കെ. ഇൻഡിവിജ്വലായി ഫസ്റ്റ് രണ്ടാമത്തെ ക്ലാസ് ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടിയത്. ഓക്കെ. ഇൻഡിവിജ്വൽ ക്ലാസ് എങ്ങനെയുണ്ട്? ഉപകാരപ്പെട്ടിട്ടുണ്ടോ ബ്രോ? ഉണ്ട്. കുറെ ഉള്ളത് പറഞ്ഞു. ഞാൻ കുറെ പൊട്ടത്തരങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ മൊത്തം ക്ലാസ്സിലൊന്ന് ക്ലിയർ ആക്കി തന്നു. എങ്ങനെയുണ്ട് ഇപ്പൊ? എങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു റിഫ്രഷ്മെന്റ് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? മീൻസ് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ, ഇതിന്റെ ടെക്നിക്കൊക്കെ. എങ്ങനെ അതെ ഫീൽ ചെയ്യുന്നു മനസ്സിലായി. ബ്രോന്? ഫീൽ ചെയ്യുന്ന വെച്ചാല് ഇനി റിയൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ ഇതില് ആണ് ഇപ്പോ. ഒക്ടാന്റെ ഡെമോ അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ, ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്? ഒക്ടാന ഡെമോ അക്കൗണ്ടിലാണ് ചെയ്ത് പഠിച്ചത്. പക്ഷെ അതിൽ സ്പ്രെഡ് ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ലൈവിലേക്ക് മാറുന്ന സമയത്ത്. ആ, പിന്നെ ഇനിയിപ്പോ അതുപോലെ തന്നെ ഇതിപ്പോ ബ്രോ പറഞ്ഞു. ഇതിപ്പോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ? റിയൽ അക്കൗണ്ട്? ഒക്ടഫിക്സിലാ? ഒക്ടോഫിക്സിൽ അത് വെരിഫിക്കേഷൻ ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി വെരിഫിക്കേഷൻ കഴിഞ്ഞോ? ആധാർ കാർഡ് ഒക്കെ വെച്ചിട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞോ? ഇല്ല, ഞാൻ പാസ്പോർട്ട് കൊടുത്തു കയ്യില്. അല്ല, പാസ്പോർട്ട് ഏതായാലും വെരിഫിക്കേഷൻ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് സാധനം വന്നില്ലേ, മെയിൽ വന്നില്ലേ? ഇല്ല, ഞാൻ അത് ഇന്ന് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അത് എനിക്ക് തോന്നുന്നത് നാളെ ആകുമ്പോഴത്തേക്ക്, നാളേക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ വെരിഫിക്കേഷൻ കഴിയും. അപ്പൊ ആ ആ, വെരിഫിക്കേഷൻ വെച്ചിട്ട് എന്താക്കാം, നമുക്ക് ലൈവ് അക്കൗണ്ടിൽ ആദ്യം തന്നെ വലിയ പൈസ ഒന്നും കൊണ്ടുപോയി ഇടരുത്. ഒരു $50-100 മാത്രം ഇടുക. മൈക്രോ ലോട്ടിൽ മാത്രം ട്രേഡ് ചെയ്യുക. അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് വേണം. സോ പൈസ നമുക്ക് ഉം, പിന്നെ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് പഠിക്കുക പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം.
കാരണം നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് വെച്ച് കഴിഞ്ഞാൽ വിജയത്തിലേക്ക് പെട്ടെന്ന് എത്താം. നമ്മള് ചാടി കടക്കാൻ നോക്കുമ്പോഴേ വീട് നടുവൊട്ടുക. ഉം. ഓക്കെ. അപ്പോ അതുപോലെ തന്നെ നമുക്ക് ലൈവ് മാർക്കറ്റിന്റെ ഡിസ്കഷൻസ്, എക്സാമ്പിൾസ്, അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ ലൈവ് ക്ലാസ്സിൽ മെന്റർ? ലൈവ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചാർട്ട് നോക്കി ചെയ്യണത് തന്നെയല്ലേ? അതെ അതെ അതെ, ലൈവ് ചാർട്ടില് ആ അതന്നെ, അത് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടായിരുന്നു. ഉം, ഉം. യെസ് യെസ് യെസ്. ഞാൻ പിന്നെ 200 മേലെ പ്രോഫിറ്റ് ഒക്കെ കാണുമ്പോഴാണ് പിന്നെ ഫാസിൽ ബ്രോ എടുത്തു പറയൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞത്. അതെ അതെ, കാരണം നിങ്ങൾ മാറിക്കഴിഞ്ഞെന്ന് ആൾക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾക്കേ ഇപ്പം ഉം. പേടിയുള്ളൂ. പേടി എന്ന് പറയുമ്പോ നമ്മൾ തുടങ്ങിയല്ലേ, അതിന്റെ ഒരു പേടിക്കണ്ട ബ്രോ, എല്ലാരും അങ്ങനെ, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്, പേടിച്ച് പേടിച്ചിട്ട് തന്നെ തുടങ്ങിയത്. എല്ലാം കൊണ്ടും സെറ്റ് ആവും, കാരണം നമ്മളൊക്കെ കൂടെ ഉണ്ടല്ലോ. ഇനിയിപ്പോ സോഫ്റ്റ്വെയർ വരാൻ വേണ്ടി പോകുന്നുണ്ട്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സോ വേൾഡിൽ ഉം. ഫസ്റ്റ് ടൈം ആണ് ഒരു പ്രോൺ ആയിട്ടുള്ള സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ അതേ കമ്പനി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കുന്നത്. അത് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ആ. പൊളിക്ക് നിങ്ങളെല്ലാരും. നമ്മൾ എന്തായാലും പൊളിക്കുന്നുണ്ട്, കൂടെ നമുക്ക് ഒരുമിച്ച് പൊളിക്കാം. പിന്നെ അതുപോലെ തന്നെ ബ്രോ ഇപ്പൊ ഒന്ന് ചോദിച്ചോട്ടോ ഓപ്പൺ ആയിട്ട്, ആസ് എ ബിഗിനർ ആയിട്ട് വന്നു ഉം. ബ്രോനിപ്പോ ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുത്ത് മാനുവലി പാസ്സാക്കാൻ വേണ്ടിയിട്ട് കോൺഫിഡൻസ് ഉണ്ടോ? റെയിൽ അക്കൗണ്ടിന് ശേഷം കോൺഫിഡൻസ് ഉണ്ടാവും. ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺഫിഡൻസ് വന്നോ, അത് ചോദിക്കട്ടെ. ഉണ്ട്, ഉണ്ട്. അതുണ്ട്. പേടി പോയി കിട്ടിയില്ലേ? പേടി പോയി. ഓക്കെ, കാരണം വെച്ചാൽ നമ്മൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കലാണ് പേടി പോപ്പിക്കാനുള്ള ഏറ്റവും വലിയ വഴി. പിന്നെ ബ്രോ ഉം. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം അതിന്റെ ആക്യുറസി കൂടും, അറിയാലോ. നമ്മളിപ്പം അതെ. ഡ്രൈവിംഗ് ഓടിച്ച് ലൈസൻസ് എടുത്ത് 2-ാം ദിവസം തന്നെ മണാലി ട്രിപ്പ് പോകാൻ വേണ്ടി പറ്റുമോ നമുക്ക്? ഇല്ലാലെ. ഇല്ലില്ല. നമുക്ക് കുറെ പ്രാക്ടീസ് ചെയ്യണ്ടേ, കുറെ പാണ്ടിലോറിന്റെ ഇടയിലൂടെ നമ്മൾ ഉം. സർവൈവ് ചെയ്ത് പോകണം, കയറ്റത്തിൽ നോക്കണം, കുറെ ആനവണ്ടീനെ ഓവർടേക്ക് ചെയ്യണം. സോ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണ്ട നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് ട്രേഡിലും. സോ എന്തായാലും ഗുട്ടൻസ് കിട്ടിയല്ലോ, നൈസായിട്ട് മൂവ് ഉം. ആകാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിലാണോ അല്ല നമ്മുടെ റെക്കോർഡഡ് സെഷൻ ആണോ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ബ്രോന്? എനിക്ക് പറഞ്ഞ ലൈവ് ക്ലാസ് ഞാൻ പറഞ്ഞില്ല 3 കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ ഓരോ ഡൗട്ട്സ് വാട്സപ്പിൽ ഇങ്ങനെ ചോദിച്ചിട്ടാണ് ക്ലിയർ ചെയ്യാറ്. വാട്സപ്പ് റിപ്ലൈ തരും. സപ്പോർട്ട് കിട്ടുന്നുണ്ടോ മെന്ററിന്റെ കയ്യിൽ നിന്ന്? ഉണ്ട്. ഷുവറായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ലോസ് ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുന്നേ ഫോറക്സിൽ? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. ഭാഗ്യവാനെ, നമ്മളെല്ലാം ലക്ഷങ്ങൾ കൊണ്ട് തുലച്ചതിന് ശേഷം ഇതൊക്കെ പഠിച്ചു വന്നത്, അതൊക്കെ കഷ്ടപ്പെട്ട് റിക്കവർ ചെയ്തെടുത്തതാ. നിങ്ങൾക്ക് എന്തായാലും നഷ്ടത്തിന്റെ കണക്ക് പറയാനല്ലോ, ഭാഗ്യം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അപ്ഡേഷൻസ് മീൻസ് നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള സജഷൻസ് എന്തെങ്കിലും പറയാനുണ്ടോ ഹിലാൽ ബ്രോന്? കാരണം നമ്മളെ കൂട്ടത്തിലേക്ക് നിങ്ങളെടുത്തല്ലേ നമുക്ക് ചോദിക്കേണ്ടത്. സജഷൻസ് എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ എന്താ പറയാ, പ്രത്യേകിച്ചൊന്നുമില്ല. തെറ്റാണോ ട്രൂസൻസ്? തെറ്റാണ്. എടാ ബ്രോ ഒന്ന് ചോദിച്ചോട്ടെ, നമുക്കിപ്പം ഒരുപാട് കോഴ്സ് പല ആൾക്കാരും പല രീതിയിലും പല സംഭവമായിട്ട് വൻചാടിയും പട്ടി ഷോക്ക് ഇട്ടിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ട്രൂസൻസ് ഉണ്ട്. ഫ്രണ്ട്ലി ആണോ? പഠിക്കാൻ പറ്റുമോ എല്ലാവർക്കും? അത് തീർച്ചയായും ഫ്രണ്ട്ലി ആണ്. പിന്നെ ഫാസിൽ ബ്രോ എന്റെ നാട്ടുകാരനാണ്. അപ്പൊ ആളുടെ ഇതില് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ആവുന്നുണ്ട്. കേശാവുന്നുണ്ട്. ഓക്കെ ഉം. ഓക്കെ, സപ്പോർട്ടീവ് ആണോ ട്രൂസൻസ്? ഈവൻ ഞാനായാലോ ഫാസിൽ ബ്രോ ആയാലും എല്ലാരായാലും അത് സ്റ്റാഫ് ആയാലൊക്കെ? തീർച്ചയായും. അതെ, നിങ്ങളെ സപ്പോർട്ട് നിങ്ങളുടെ ടോക്കൊക്കെ കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് വന്നത്. ടോക്ക് വെറുതെ തോന്നിയോ ബ്രോന് കോഴ്സ് ചെയ്തിട്ട്? ഇല്ല. അത് നിങ്ങൾ ടോക്ക് കാണുമ്പോഴായാലും ക്ലാസ് കേൾക്കുമ്പോഴായാലും 100% എന്താ പറയാ ജെന്യൂൻ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം കുറെ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, നമ്മൾ ചുമ്മാ വെറുതെ അഡ്വർടൈസ്മെന്റിൽ വെറുതെ ഡയലോഗ് അടിച്ചിട്ട് ക്ലാസ്സിൽ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല, പിള്ളേർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്. ഹിലാൽ ബ്രോൻ എന്താ ഉം. പറയാനില്ല അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത്? അങ്ങനത്തെ ആൾക്കാരടുത്ത് ഞാൻ എന്താ പറയാനാ, അല്ല, നിങ്ങളുടെ അനുഭവം അത് പറഞ്ഞത്. വെറുതെയാണ്. ആ നിങ്ങള് 100% ജെന്യൂൻ ആണ്. എന്താ പറയാ, ഫുൾ ടൈം എപ്പോഴും ഡൗട്ട് ചോദിച്ചാലും കുറച്ചു നേരം കിട്ടിയില്ലെങ്കിലും പിന്നെ സപ്പോർട്ടിങ് ആയിട്ട് പിറ്റത്തെ അടുത്ത തന്നെ റിപ്ലൈ കിട്ടും. പിന്നെ ഡൗട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ഫാസിൽ ബ്രോ പറഞ്ഞു തരുന്നത്. ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ, അല്ലെ എന്തെങ്കിലും ഹൈഡ് വെച്ചിട്ട് സംസാരിക്കാറുണ്ടോ? ഇല്ല. ഫുൾ ഓപ്പൺ തന്നെയാണ്.
അടിപൊളി. പിന്നെ അതുപോലെ തന്നെ ബ്രോ, ഇല്ലാൽ ബ്രോ, നമുക്കിപ്പം പുതിയതായിട്ട് TMC കോഴ്സിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് ഒരാള് നമ്മളെ ചോദിച്ചിട്ട് വരികയാണ്, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ബിഗിന്നർ ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ അറിയുന്നവരായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ബ്രോന്, നമ്മുടെ ഒരു സ്റ്റുഡന്റ്, അതായത് ബ്രോ എങ്ങനെയാണോ നമ്മൾ പരിചയപ്പെട്ട് നമ്മുടെ ഇപ്പൊ കോഴ്സുകൾ കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഫൈനലായി അല്ലെ, അപ്പോ ബ്രോന് എന്താണ് ഈ ആൾക്കാരുടെ അടുത്ത് കോമൺ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം? ഓ, ധൈര്യമായിട്ട് ഞാൻ ഇപ്പോ എന്റെ ഒപ്പം വർക്ക് ചെയ്യണവരോട് പറഞ്ഞു, വേണമെങ്കിൽ അത് പഠിച്ചോ. കാരണം നമുക്ക് വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് TMC. അപ്പൊ അതില് സംശയമൊന്നുമില്ല. ഞാൻ 100% ചേർന്നെന്ന് തന്നെ പറയുള്ളൂ. അതെ അതെ, കാരണം ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് ഇലാൽ ബ്രോ. പിന്നെ നമ്മളെ എന്താ പറയാ 50K കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത്, അയ്യോ ഈ സാധനത്തിന് 5 മണിക്കൂർ വീഡിയോ ഉള്ള ഈ പരിപാടിക്ക് 50,000 രൂപ, അത് ഭയങ്കര ചാർജാന്നൊക്കെ പറയുന്നുണ്ട്. ബ്രോന് തോന്നുന്നുണ്ടോ ബ്രോ അത് അധികമാണ് തോന്നുന്നുണ്ടോ ബ്രോന്? ഇല്ലല്ല, അത് അധികമൊന്നുമല്ല. നമുക്ക് പഠിക്കുമ്പോ ഇപ്പൊ ഡിഗ്രിക്കായാലും 1.5 ലക്ഷം കൊണ്ടുപോയി കളയുന്നുണ്ട്. നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് കിട്ടുന്നില്ലേ? റൈറ്റ് ആൻസർ യു സെഡ്. സത്യാണ് ബ്രോ അതെ. പറഞ്ഞത്. കാരണം അത് നമ്മളല്ല പറയേണ്ടത്, നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരാൾ വന്നത് പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഫൈനലി എന്തായാലും ബ്രോ കോൺഫിഡന്റ് ആണ്, നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഫാസിൽ ബ്രോനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ വരുന്ന സമയത്ത് ഇച്ചിരി പേടിയുണ്ടായിരുന്നു അല്ലെ, ട്രേഡിങ് കാര്യങ്ങൾ വർക്കൗട്ട് ആവോ, എനിക്കിത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ, ഇത് നടപടിയാവോ, ലോസ് കുറെ ഉണ്ടാവോ, കുറെ പൈസ കാണേണ്ടി വരുമോ, കുറെ ഡൗട്ട് ചോദിച്ചിട്ടില്ലല്ലേ, നമ്മളിതൊക്കെ ഡിസ്കസ് ഉം. ചെയ്യാറുണ്ട്. ഇപ്പൊ എന്ത് തോന്നുന്നുണ്ട് ബ്രോ, പേടിയുണ്ടോ ഇപ്പോ? പേടിയൊന്നുമില്ല. ഇനി റിയൽ അക്കൗണ്ടിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓ കോൺഫിഡൻസ് ആവും. നമ്മളൊക്കെ കൂടെ തന്നെ ഉണ്ട് ബ്രോ. ഇനി അറ്റ് ഫൈനലി എന്താ, ഞാൻ നിങ്ങളെ ടൈം കളയുന്നില്ല. പിന്നെ ട്രൂ സെൻസിന് 10 ഔട്ട് ഓഫ് എത്ര മാർക്ക് കൊടുക്കാം നിങ്ങൾക്ക്? 10 ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കുക. താങ്ക് യു. അതെ. നമ്മളെ സപ്പോർട്ട് വൈസും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വൈസും നമ്മളെ കണ്ടന്റ് വൈസും നമ്മളെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ ഓരോന്നോരോന്ന് ഞാൻ പിച്ച് ചെയ്ത് തന്നതാണ്. അതെ, അടിപൊളിയാണ് പേഴ്സൺസ് എന്ന് പറഞ്ഞാല്. ഫാസിൽ ബ്രോന്റെ ആ ഒരു സപ്പോർട്ട് തന്നെയാണ് ഇവിടം വരെ ഇത്ര കോൺഫിഡൻസിൽ എത്തിയതും. ഓരോ എന്താ പറയാ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് ഫാസിൽ ബ്രോ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതന്നെയല്ലേ ഇവിടം വരെ എത്തിയത്. തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. എന്തായാലും നമ്മളെ കൂടെ ഇത്രയും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നതിന് ഒരുപാട് താങ്ക്സ് ബ്രോ. തിരിച്ച് നമുക്കും പറയാനുണ്ട്, കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കറിയാം, പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ചാൻസ് തന്നതിന് തീർച്ചയായും ബ്രോന്റെ അടുത്ത് നമുക്കൊരു താങ്ക്സ് പറയാനുണ്ട്. അപ്പോ താങ്ക് യു. എന്തായാലും നമുക്ക് സെറ്റ് ആയിട്ട് കട്ടക്ക് തന്നെ മുന്നോട്ട് പോകാൻ ഒരുമിച്ചിട്ട് തന്നെ നമ്മളും ഉണ്ടാവും. സോഫ്റ്റ്വെയറും വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ്. സോഫ്റ്റ്വെയറും വരുന്നത് ഇവൻ ഫാസിലായാലും എല്ലാ ആൾക്കാരായാലും അതിന്റെ ആ ലോഞ്ചിങ്ങിന്റെ ബാക്ക് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ബാക്കി കമ്പനികളെ പോലെ ബാക്ക് ടെസ്റ്റ് ഡെമോലല്ല, നമ്മുടെ ലൈവ് അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് തന്നെ ചെയ്യുന്നത്. അതിൽ നിന്ന് പ്രോഫിറ്റും അപ്പൊ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇത് എത്ര അത് ഞാൻ കണ്ട്, വീഡിയോ കണ്ട്. ഇത് എത്ര ഇതാക്കണം? സ്റ്റാർട്ടിങ് എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? 2500 തന്നെയാണോ? വെയിറ്റ് ബ്രോ, എല്ലാം റെഡി ആയി തരാ. ഇത് ലോഞ്ചിങ്ങിന്റെ ടൈം നമ്മൾ സർപ്രൈസ് ആയിട്ട് എടുക്കുന്ന പൊട്ടിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, ആ സമയത്ത് പൊട്ടിച്ച് കൈ തരും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്, വേറെ ആയിരിക്കും പുറത്തില്ലാക്ക് കൊടുക്കില്ല ഇത്. സോ ഡോണ്ട് വറി. ഓക്കെ, അയ്യോ. പിന്നെ എന്തായാലും താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നെ ബ്രോന് എന്റെ നമ്പർ ഉണ്ടല്ലോ, അതിലേക്ക് കോൾ ചെയ്യാം. അത് ബോട്ടിമിലും കാര്യത്തിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് റിക്കവർ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതല്ല എങ്കിൽ വേറെ നമ്പർ എടുത്തിട്ട് തീർച്ചയായും ടെലിഗ്രാമിൽ ഇൻഫോം ചെയ്യും. അപ്പോൾ എന്തുണ്ടെങ്കിലും എനി ടൈം അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നല്ലോ നമ്മള് എത്ര എത്ര വാതിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് ബ്രോ നമ്മള്. അപ്പൊ അതെ, അങ്ങനത്തെ എന്തായാലും. ടൈമില് എന്തായാലും ബിസി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സ്പോട്ടിൽ റിപ്ലൈ ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതാ എന്തായാലും മനസ്സിലാവും. എന്തായാലും താങ്ക് യു സോ മച്ച് ബ്രോ. നിങ്ങൾ ഈ ഒരു തിരക്കിനിടയിൽ ഈ ഒരു ടൈം മാറ്റി വെച്ച് നമ്മളെ കൂടെ നിന്നതിന്, നമ്മളെ സപ്പോർട്ട് ചെയ്താൽ താങ്ക് യു സോ മച്ച്. പഠിച്ചിട്ട് എന്തായാലും സെറ്റ് ആകെ. ഇനി എനിക്ക് ഹിലാൽ ബ്രോന്റെ പ്രോഫിറ്റ് ഷെയർ വേണം കേട്ടോ, ടെലിഗ്രാമിൽ ഇടാൻ. പിള്ളേരൊക്കെ ആക്കുന്ന കാണുന്നില്ലേ? സോ കാണുന്നുണ്ട്. വെയിറ്റിംഗ് ഫോർ യു. Yeah, ഓക്കെ, അത് പെട്ടെന്ന് തന്നെ എനിക്ക് അതെ, തരണം കേട്ടോ, പ്രോമിസ് ആണ്. മനസ്സാണ്. സ്റ്റാർട്ട് സെറ്റ് ബ്രോ. ചെയ്തിട്ടുള്ളൂ ഇതുകൊണ്ട്. ഉം. ഐ അങ്ങനെ തന്നെ ബ്രോ, ഫസ്റ്റ് ഗിയറിൽ ഇടാണ്ട് വണ്ടി ആരെങ്കിലും എടുക്കും? ആദ്യം തന്നെ ആറാമത്തെ ഗിയറിൽ ഇട്ട് വണ്ടി ആരും കൊടുക്കും? ഫസ്റ്റ് ഗിയറിൽ ഇട്, Yeah. എന്നിട്ട് മെല്ലെ പോയി നമുക്ക് സെക്കൻഡിലും തേർഡിലേക്കൊക്കെ മാറ്റാം. ഡോണ്ട് വറി. ആ, ഓക്കെ, അതെ, അതെ. ശരി ബ്രോ.
ശരി. ശരി ശരി താങ്ക് യു.